തിരുവനന്തപുരത്തെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ പാചകശാലയിലെ മാലിന്യം കാരണം ദുരിതത്തിലായത് 20ഓളം കുടുംബങ്ങളാണ്. വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന പാചകശാലയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ പ്രദേശത്ത് കെട്ടിക്കിടക്കുകയാണ്. 3000ഓളം വരുന്ന ജീവനക്കാർക്ക് നൽകാനായി ഭക്ഷണമുണ്ടാക്കുന്ന പാചകശാലയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യമാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കിയത്. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ഭക്ഷണ പാചകശാലയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം കാരണം കഴിഞ്ഞ 10 മാസമായി വള്ളക്കടവ് നിവാസികൾ ദുരിതമനുഭവിക്കുകയാണ്. ഇത് സംബന്ധിച്ച പ്രദേശവാസികൾ മലിനീകരണ നിയന്ത്രണ ബോർഡിനും കോർപ്പറേഷനും പരാതി നൽകിയെങ്കിലും അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ 10 മാസമായി നിരന്തരം ഇവിടുത്തെ ആൾക്കാരെല്ലാവരും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പോലും അവർ ഇത് തിരിഞ്ഞു നോക്കാൻ തയ്യാറില്ല. 3 ദിവസം 4 ദിവസം കൊണ്ട് ഞങ്ങളിതെല്ലാം മാറ്റും, ഈ വെള്ളക്കെട്ടൊക്കെ മാറ്റിത്തരാം എന്ന് പറയുന്നതല്ലാതെ അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ അവരുണ്ടാക്കിയിട്ടില്ല. പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം റിപ്പോർട്ട് ചെയ്യാനെത്തിയ റിപ്പോർട്ടർ ചാനൽ സംഘത്തെ പ്രദേശത്തെ CITU തൊഴിലാളികൾ തടഞ്ഞു. റിപ്പോർട്ടർ ടിവിയുടെ വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനെ പിടിച്ചു തള്ളുകയും പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തതോടെ സ്ഥലത്ത് പോലീസും എത്തി. ഭക്ഷണം പാചകം ചെയ്യുന്ന പുത്തൻപാലത്തെ ഗോഡൌൺ പ്രവർത്തിക്കുന്നത് ലൈസൻസ് വാങ്ങാതെയാണെന്നും ആരോപണമുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് മതിയായ സൗകര്യങ്ങളുമില്ല. ഇവിടെ നിന്നുള്ള ഭക്ഷണ മാലിന്യങ്ങൾക്ക് പുറമെ മനുഷ്യ വിസർജ്യങ്ങളടക്കം തുറസായ സ്ഥലത്ത് ഒഴുക്കിവിടുന്നു. പ്രദേശത്ത് ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഭയങ്കര സ്മെല്ലാണ് ഞങ്ങൾക്ക്. ഇതിന്റെ അപ്പുറത്താണ് ഇരിക്കുന്ന വീട്. പക്ഷേ ഈ നാറ്റം കൊണ്ട് ഞങ്ങൾക്ക് വേവിക്കാൻ നിവർത്തിയില്ല. ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് അസുഖം, പനിയായിട്ട് ആശുപത്രി ഇതായിട്ട് കിടക്കണം, നാറ്റം സഹിക്കാൻ വയ്യ. 9 മാസങ്ങൾക്ക് മുൻപ് പ്രദേശവാസികൾ വിഷയം കൺസൾട്ടന്റ് ജയകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല. മേയർ ആര്യ രാജേന്ദ്രനും വിഷയത്തിൽ ഇടപെട്ടെങ്കിലും മാലിന്യ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം കാണാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ കൂട്ടത്തോടെ ഭക്ഷണശാലയിലെത്തി പ്രതിഷേധിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.